പ്രിയ സുഹൃത്തുക്കളെ, വള്ളുവനാട് ചാനൽ പ്രമോദാണ്. ഞാൻ പെരിന്തൽമണ്ണ സബ് കളക്ടർ ഓഫീസിലേക്കാണ് പോകുന്നത്. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ, 25 വർഷമായിട്ട് സിവിൽ സപ്ലൈസ് കിടക്കുന്ന ഒരു ഫയൽ ഇന്നേ വരെ ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ ഞാനതിൻ്റെ നന്ദി സൂചകമായിട്ട് പെരിന്തൽമണ്ണ താലൂക്ക് ഓഫീസിൻ്റെ മുറ്റത്തൊരു മരം നടാൻ ഒരു അപേക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അതിൻ്റെ ഒപ്പം ഒരു മരിക്കല്ല അപേക്ഷയും കൂടി കളക്ടർക്ക് കൊടുക്കാൻ വേണ്ടി പെരുന്നാളിന് സബ് കളക്ടർ അടുത്ത് വന്നിട്ടുണ്ടാണ്. അതിൻ്റെ ബാക്കി സബ് കളക്ടറെ കണ്ടിട്ട് അതിൻ്റെ ബാക്കി വിശദ വിവരങ്ങളും കൂടി തരാം. ഇവിടെ ഇത്രയാണ് പറയാൻ പറ്റൂ. അതുകൊണ്ടാണ് 25 വർഷമായിട്ട് കേരള സർക്കാരിൻ്റെ കയ്യിലൊരു ഫയൽ കിടക്കുകയാണ്. സർക്കാരിൻ്റെ പൈസ അല്ല, എൻ്റെ പൈസ കിടക്കുക. അത് തിരിച്ചു ചോദിച്ചിട്ട് ഇന്നേ വരെ കിട്ടിയിട്ടില്ല. ഈ 2025 ജനുവരി 11 തീയതിക്ക് 25 വർഷം കഴിഞ്ഞു. സുഹൃത്തുക്കളെ, അപ്പോൾ കളക്ടർ അടുത്ത് പെരുന്നാള സബ് കളക്ടർ അടുത്ത് പരാതി ഞാൻ കൊടുത്തു. എന്താണ് പരാതിക്ക് കാരണം അറിയോ? 2000 ജനുവരി 11 തീയതി മലപ്പുറം ജില്ലാ സപ്ലൈവൈസർ കട പരിശോധിക്കുകയും കടയിൽ സ്റ്റോക്ക് കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കട സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. പെരിന്തൽമണ്ണ താലൂക്കിൽ മാത്രം 19ഓളം റേഷൻ കടകൾ അയാൾ സസ്പെൻഡ് ചെയ്തു. സസ്പെൻഡ് ചെയ്തിട്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹം കൈക്കൂലി കേസിൽ വിജിലൻസ് പിടിച്ചു. ഞാനായിരുന്നു പരാതിക്കാരൻ. അപ്പോൾ അതിന് ശേഷം ഈ 25 വർഷമായിട്ട് നിരന്തരം സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥരും ഞാനും തമ്മിൽ ഒരുപാട് വിഷയങ്ങളാണ്. 21 വർഷത്തോളം ഞാൻ സസ്പെൻഷനിലായിരുന്നു. റേഷൻ കട 21 വർഷം ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ വിജിലൻസ് പിടിച്ച് കൈക്കൂലി കേസിൽ പെട്ട ഉദ്യോഗസ്ഥൻ 6 മാസം കൊണ്ട് സർവീസ് കയറി. അതേ സമയത്ത് വാദിയായ ഞാൻ സർവീസ് കയറിയില്ല. നമ്മുടെ നിയമം, നാട്ടിലെ നിയമം, കേരള സർക്കാരിൻ്റെ നിയമം ഇനിയും പൊളിച്ചെഴുതേണ്ടതല്ലേ എന്നാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ചോദിക്കാനുള്ളത്. ഇത് ഞാൻ റേഷാപ്പേരം മാത്രമല്ല, വള്ളുവനാടൻ ചാനൽ എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്. പേര് പ്രമോദാണ്, പെരിന്തൽമണ്ണക്കാരനാണ്. പിന്നെ ജീവിക്കാൻ റേഷാപ്പേരം ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയം. ആ സമയത്താണ് ഇത്തരം അനുഭവങ്ങൾ. ഇത് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് ഗവർണറുടെ സെക്രട്ടറി ഒപ്പിട്ട പേപ്പറാട്ടോ. ഗവർണറുടെ ജോയിൻറ്റ് സെക്രട്ടറി ഒപ്പിട്ട പേപ്പറാണ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണും. ഇതാണ് സ്ഥിതി. ഗവർണറുടെ സെക്രട്ടറി, അത് മുൻ കേരള സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ മന്ത്രിക്ക്, വകുപ്പ് മന്ത്രിക്ക് കൊടുത്ത് അവിടുന്ന് ഫയലാക്കിയ പേപ്പർ ഗവർണർക്ക് വേണ്ടിയിട്ട് ജോയിൻറ്റ് സെക്രട്ടറി സീന AN എന്ന ജോയിൻറ്റ് സെക്രട്ടറി ഒപ്പിട്ടിട്ട് കളക്ടറൊക്കെ അതേപോലെ സിവിൽ സപ്ലൈസിനും നവംബർ 1 തീയതി അയച്ച ഫയലാണ്. അതിൻ്റെ കോപ്പിയാണിത്. അപ്പോൾ ഇവിടെ ഈ കേരളത്തിൽ എന്ത് നിയമങ്ങളുണ്ട്, പക്ഷെ അത് നടപ്പിലാക്കേണ്ട ഉദ്യോഗസ്ഥന്മാർ അവരിങ്ങനെ പെറ്റി കിടക്കുകയാണ് ഫയലിൻ്റെ മുകളിൽ. എത്ര വർഷം ഞാൻ ഇതിന് നിരന്തരം, ഒരു ദിവസമോ 2 ദിവസമല്ല, 25 വർഷമായിട്ട് ഞാൻ എഴുതി അയച്ച വകുപ്പ് മന്ത്രിക്കും വകുപ്പിനും സിവിൽ സപ്ലൈസിനും എഴുതി അയച്ച പരാതികൾ തൂക്കി വിറ്റാൽ 1000 ഉറുപ്പിക കിട്ടും. ഈ 25 വർഷമായിട്ടുള്ളത്. ഇതാണ് ഒരു ആളുടെ സ്ഥിതി, ഒരു സാധാരണക്കാരൻ്റെ സ്ഥിതിയാണിത്. ഇതിന് ഗവൺമെൻറ്റിനോട് പറയാനുള്ളത്, ഒരു 6 മാസത്തെ കൂടുതൽ
ഫയൽ സൂക്ഷിച്ചു വെക്കണ ഉദ്യോഗസ്ഥനെ ആദ്യം സസ്പെൻഡ് ചെയ്യും, പിന്നെ അവൻ്റെ പേരിൽ നടപടി എടുത്തിട്ട് അവനെ പുറത്താക്കും വേണം. അങ്ങനെ ഗവൺമെൻറ് ഒരു തീരുമാനം എടുത്തിട്ട് ഒരു 10 ഉദ്യോഗസ്ഥന്മാരെ പിടിച്ച് പുറത്താക്കിയാൽ, ഇപ്പോൾ പെൻഷൻ വാങ്ങിയിട്ട് പുറത്താക്കിയില്ലേ, അതുപോലെ ജോലിയിൽ കയറി ലീവ് എടുത്തിട്ട് വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ട്, അവരെ പിടിച്ച് പുറത്താക്കിയില്ലേ, അതേ നിയമം ഇത്തരം കാര്യങ്ങളിലും വേണം. അത് ഒരിടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ഒരു വിഷയത്തിൽ ഞാൻ 15-ാം തീയതി, ഫെബ്രുവരി 15-ാം തീയതി വരെ സബ് കളക്ടർ കൊടുത്ത പരാതിയിൽ പറഞ്ഞിട്ടുണ്ട്, 15-ാം തീയതിക്ക് ശേഷം എന്നെ മരിക്കാനുള്ള അനുവാദം തരണം. ഒന്ന്. രണ്ടാമത്, ഇതിൻ്റെ നന്ദി സൂചകമായിട്ട് ഈ ഫയലിൻ്റെ 25-ാം വാർഷികത്തിൽ പെരിന്തൽമണ്ണ താലൂക്ക് ഓഫീസിൽ ഒരു മരം നടാൻ എന്നെ അനുവദിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അപേക്ഷ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള എല്ലാവിധ പിന്തുണയും സബ് കളക്ടറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇതിലൊക്കെ ജനങ്ങൾ പ്രതികരിക്കണം. ജനങ്ങൾ ഇത്തരം കാര്യങ്ങൾ എന്നെപ്പോലെ ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ കേരളത്തിലുണ്ട്. 25 വർഷമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ, ഇത്രയും കാലത്തെ സമരം ഉണ്ടായിട്ടില്ല. അതുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ എനിക്ക് നിയമത്തിൽ അധിഷ്ഠിതമായ ഒരു സഹായം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും, ഇനിയെങ്കിലും ഉണ്ടാവും. എന്നെ മരണത്തിലേക്ക് തള്ളിയിടരുത് എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.